ഇതിട്ട് തേങ്ങ പറയണേ വണ്ടി സൈഡാക്കിയതേ നമ്മുടെ ഭാഗ്യ അല്ല കുഴിച്ചു മൂടിയനെ. നിങ്ങൾ കേട്ടോട്ടാ സംഗതി. ഒരു വണ്ടി വന്ന ചോന്ന ബോർഡ് ഉണ്ടപ്പോൾ ഞാൻ വെച്ചാൽ മേറാച്ച് ഞാൻ സൈഡാക്കി നൈസായിട്ട്. അല്ല മറ്റേ കേസ് അവര് അവിടെ ബസ് വരെ കുഴിച്ചു മൂടാനുള്ള പരിപാടിയായിരുന്നു. എന്തോ ഭാഗ്യം എത്തിരി ബോധമുള്ളടുത്ത് അവരുടെ ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞു ബസ്സൊന്നും കുഴിച്ചു പോകേണ്ട ആവശ്യമില്ല, മെമ്മറി കാർഡ് ഊരിയാൽ മതി, സിമ്പിളായിട്ട് കാര്യം കഴിയുന്നുള്ളു. അതുകൊണ്ട് ആ പരിപാടി ഇപ്പോൾ KSRTC നമുക്ക് അവരെ ബസ് ലാഭമായി, അത്ര പറയാനുള്ളൂ. ഇതെന്തിട്ടല്ലേ ഇടത് ദിവസത്തെ കൂടെ ഇടതുണ്ടെങ്കിൽ എന്തുള്ളൂ, ഇടതുണ്ടെങ്കിലും മറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നില്ല. ഇടത് നിങ്ങൾക്ക് തോന്നണ്ട, എനിക്കിപ്പോൾ ഇടത് മാത്രമല്ല വല്ലതുണ്ടെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റില്ല. ഇപ്പോൾ തൃശ്ശൂരാണെങ്കിൽ ആ സാധനമാണെങ്കില്ല തൃശ്ശൂർ ചിലപ്പോൾ ഇടത്തോട്ട് പോവും, ചിലപ്പോൾ വലത്തോട്ട് പോവും, ചിലപ്പോൾ നാട് കൂടിയും പോവും. അതിപ്പോൾ ഏതിനെ പോകണമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതിപ്പോൾ അവിടെ ഇല്ലാണ്ട് വേണമല്ലോ. ചിലർ എടുക്കും പിടിക്കും എന്നൊക്കെ ഒന്ന് പറഞ്ഞൊരു കാര്യമില്ല. സംഗതി തൃശ്ശൂർ ആവശ്യമുള്ളവനെ അങ്ങോട്ട് കയറ്റി വിടും. അത് തൃശ്ശൂർ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ആകാം. കാരണം അത് അറിയാമല്ലോ. അപ്പോൾ അത് അവിടെ ബഹുമാനം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടൊക്കെയാണ്, അല്ലെങ്കിൽ വേണ്ടോണ്ട് ഗവനിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ KSRTC ഡ്രൈവറുടെ ഇടയിൽ കയറിയിട്ട് ഇതുണ്ടാക്കുക. നമ്മുടെ അവിടെ ബഹുമാനം ആവോളം കൊടുക്കേണ്ട ടീമുകളവിടെ. അത് നമ്മളവിടെ നടക്കില്ലെന്ന് നമ്മൾ പറയും. കാരണം നമ്മൾ എന്താ പറയുക 10-90 വയസ്സായിട്ടുള്ള ആള് ചെറിയ ചേട്ടന്മാരെയും ഒക്കെ കണ്ടാലും ചേട്ടൻ ആ വിളിക്കുള്ളൂ, അതല്ല ഇന്നാണ് ചേട്ടൻ. അതുപോലെ തന്നെ അങ്ങോട്ട് മറ്റേ നമ്മുടെ ഭാര്യയ്ക്ക് ഉണ്ടായിരുന്നുണ്ട് ആൾ റോഡ് വിളിച്ചിട്ട് തൃശ്ശൂർ നാട് പറയല്ലോ 2 കാണ്ടിട്ടാണ് പറഞ്ഞു. അവിടെത്തി ഇറങ്ങിയ വഴിക്ക് ഓട്ടോറിക്ഷ ചേട്ടൻ എത്രയാ ചോദിച്ചു അങ്ങോട്ട്. അപ്പോൾ ഓട്ടോറിക്ഷ ആൾക്കൊരു 70 വയസ്സായിട്ട്. അപ്പോൾ ഇവളോട് ഇവൾക്കാകെ 25 വയസ്സായിട്ടുള്ള ഇവളോട് പറഞ്ഞു 50 മതി ചേച്ചി പറഞ്ഞു. ചേച്ചി അങ്ങനെയാന്ന് ഇവിടെ ബഹുമാനം എന്ന് പറഞ്ഞാൽ വാരിക്കോരി കൊടുക്കും. നമ്മളൊരു സാധനം നമ്മൾ മറ്റേ സുരേഷ് ഗോപി സാറ്, മുരളീധരൻ സാറ്, സുനിൽകുമാർ സാറ് എന്നൊക്കെ നമ്മൾ ആ ലൈനിൽ നിൽക്കായിരുന്നു. അപ്പോൾ അവന്മാർ ബോർഡും പിടിച്ച് വന്നേക്കുന്നു സുരേഷ് ഏട്ടൻ, സുനിലേട്ടൻ, മുരളിയേട്ടൻ. എന്തൊരു ടെൻ്റെ പരിപാടി. സംഗതി ഒരു ജയിച്ചു പോയ ഇവരെങ്ങനെ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇവരറിയുണ്ടാവില്ല, ഇവരൊപ്പമുള്ള മറ്റേ ടീമുകൾ പറയും സുനിലേട്ടൻ കാണാം, അല്ലെങ്കിൽ സുരേഷ് ഏട്ടൻ കാണാം, മുരളിയേട്ടൻ കാണാൻ പറഞ്ഞാൽ ഏട്ടനാ സാറ് വിളിക്കണ്ട. നമുക്കത് കേട്ടാൻ കുഴപ്പമില്ല, നമ്മൾ വിളിക്കാൻ റെഡിയാന്ന്. കാരണം നമുക്ക് കാര്യം നടക്കണം, അതാണല്ലോ. എന്നാൽ ഈ തിരുവനന്തപുരത്ത് വിശ്വസിക്കാൻ പറ്റില്ല. ഇങ്ങനെ മെമ്മറി കാർഡൊക്കെ കാണാണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിട്ട് പരിപാടിയേ. എനിക്ക് മനസ്സിലായില്ല ഇവർക്ക് ആർക്കും സംശയമില്ലാത്ത രീതിയിൽ മെമ്മറി കാർഡൊക്കെ എനിക്ക് കാണാണ്ടേക്കാൻ പറ്റുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കുക? ഈ ആൾക്കാർക്കൊന്നും സംശയമില്ലാത്ത രീതിയിൽ മെമ്മറി കാർഡ് കാണാണ്ടേക്കണ പരിപാടി എനിക്കറിയില്ല കേട്ടാ. നമ്മളൊന്നും കേട്ടിട്ടില്ല ഇത്.